ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫോറക്സിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അപ്പം ഫോറക്സ് മാർക്കറ്റ് അഥവാ ഫോറിൻ കറൻസി മാർക്കറ്റ് ഇതിൽ മെയിൻലി നടക്കുന്നത് ലോകത്തുള്ള എല്ലാ കൺട്രീസിലുള്ള കറൻസീസും മെയിൻലി ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് അഥവാ FX മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറിൻ കറൻസി മാർക്കറ്റ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കറൻസീസ് ആയിട്ടായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. കനേഡിയൻ ഡോളറുണ്ട്, US ഡോളറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജപ്പാൻ്റെ കറൻസി ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, പൗണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഒരു മെയിൻ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത് എപ്പോഴും മെയിൻ കറൻസി അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് കറൻസി എന്ന് എപ്പോഴും പറയുന്നത് കുറച്ച് കറൻസീസ് ഉണ്ട്. അതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് യൂറോയും ഉണ്ട്, USD ഉണ്ട്. അതേപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് എന്താണ്, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് ഈ മാർക്കറ്റിന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കൂടുതലും സ്റ്റോക്സ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം ഫോറിൻ കറൻസി മാർക്കറ്റിലൂടെ വരുമ്പോൾ ഇപ്പം ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുമ്പം US മാർക്കറ്റ് അല്ലെങ്കിൽ പല മാർക്കറ്റ്സിനെ നമ്മൾ ഫോറക്സ് മാർക്കറ്റ് പറയും. അത് സ്റ്റോക്സുമായിട്ട് മെയിൻലി റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അതല്ല നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്ന കറൻസി ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ്. ഇതിൽ നമ്മൾ കറൻസീസിനെ തന്നെ കറൻസി പെയർസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പേ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാരാന്ന് ഡിസ്കസ് ചെയ്യാം, മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. അപ്പം മെയിൻലി ഈ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഫസ്റ്റ്ലി റീറ്റെയിൽ മാർക്കറ്റേഴ്സ് ഉണ്ട്, നമ്മളെപ്പോലുള്ള കുറേ റീറ്റെയിലേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് കുറേ സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്. അതാത് കൺട്രീസിലെ സെൻട്രൽ ബാങ്ക്സ് അവരുടെ കറൻസീസ് ഇതിനകത്തോട് ഡെപ്പോസിറ്റ് ചെയ്യും, ഒന്നാമത്തെ ആൾക്കാർ. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് അവരിതിനകത്തൊരു മേജർ റോള് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം ഇവർ ഇത്രയും പേരാണ് നമ്മുടെ ഈ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. അതിൻ്റെ സൈഡിൽ നമ്മൾ റീറ്റെയിലേഴ്സും ഉണ്ട്. റീറ്റെയിലേഴ്സ് ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ വോളിയം ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് സെഷൻസ് ഉള്ള സമയത്ത് ഇതിൽ കയറി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടേംസ് പറയുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ഇപ്പോൾ ഒന്ന് ഡൈജസ്റ്റ് ആവാനായിട്ട്. പക്ഷെ പേടിക്കേണ്ട, ആ ഓരോ ടേംസും നമ്മൾ ഇപ്പം ഫോറക്സ് സെഷൻസ് ഏതൊക്കെയാണ്, ഈ സെൻട്രൽ ബാങ്ക് ഏതൊക്കെയാണ്, മേജർ ബാങ്ക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ ഈ യൂറോ USD, കനേഡിയൻ ഡോളർ, അങ്ങനെ യൂറോ GPY അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് പാനിക്കാം. പക്ഷേ പേടിക്കേണ്ട, അത് നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്ത് പോകും. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളിതിനകത്ത് ഫോറക്സിൽ കറൻസി പെയർസാണ് കൂടുതലും ട്രേഡ് ചെയ്യുന്നത്. കൂടുതലും അല്ല, കറൻസി പെയർസാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്സ് അല്ലെങ്കിൽ റിലയൻസ് അങ്ങനെയുള്ള അതൊന്നും അല്ല ഇതിൽ. കറൻസീസ് ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സൈഡിലത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും EUR, USD, JPY അങ്ങനെ. അപ്പം ഈ EUR എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ കറൻസീനെയാണ്, യൂറോ എന്ന് പറയുന്ന കറൻസീനെയാണ് EUR എന്ന് പറയുന്നത്. അപ്പം ഇതിനെ എല്ലാത്തിനും ഒരു 3 ലെറ്റർ ഫോർമാറ്റിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ISO കോഡിങ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. EUR, USD അങ്ങനെയല്ല, ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് റെഗുലേറ്റ് ചെയ്ത കോഡുകളാണ്. സോ അപ്പം EUR എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ കറൻസിയാണ്. USD, അപ്പം ഈ EUR, നമ്മുടെ EUR USD എന്ന് കാണുന്നത് ഇതൊരു കറൻസി പെയറാണ്. മേജർ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളിലെ കറൻസീസ് ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ കറൻസി പെയർസ് എന്ന് പറയുന്നത്. അതാണ്ട് യൂറോ USD, JPY USD, GBP USD, CAD USD. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പം ഒരു ഒരു സംഭവം നമുക്ക് കാണുന്നില്ലേ, എല്ലാത്തിലും കോമൺ ആയിട്ട് USD വരുന്നുണ്ട്. USD. കാരണം നമ്മുടെ ഈ ഫോറക്സ് മാർക്കറ്റിൽ ഒരു ഡോമിനേറ്റിംഗ് കറൻസി അല്ലെങ്കിൽ US നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവ് കാര്യം നടക്കുന്നെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ ആണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ ഫേവറബിൾ ആയിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം നമുക്കിതിനകത്ത് പറയാനുള്ള കറൻസീസിനെ ഡോമിനേറ്റ് ചെയ്യുന്ന, അല്ലെ കറൻസീസിലെ ഒരു കിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കറൻസിയാണ് യൂറോ അല്ല USD ആണ് ഒരു കിങ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ USD ഒരു മേജർ റോളാണ്. അപ്പം നമ്മളിതിനകത്ത് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. പലതരം ട്രേഡിങ്സ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ചാർട്ട് പാറ്റേൺസ് അനലൈസ് ചെയ്ത്
ടെക്നിക്കൽ അനാലിസിസ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ന്യൂസ്, ഇപ്പം ഇപ്പോൾ നല്ലൊരു ന്യൂസ് വരുന്നുണ്ട് US റിലേറ്റഡ് ആയിട്ട്, അങ്ങനത്തെ ന്യൂസ് വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള ചില സെഷൻസ് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 3 കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പം അങ്ങനെ ട്രേഡ് ചെയ്യുന്നതിന് എല്ലാത്തിനെയും നമ്മൾ സ്ട്രാറ്റജീസ് ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രാറ്റജീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോറക്സ് ബേസിക്സ് മാത്രമേ ഉള്ളൂ. അപ്പം കറൻസി പെയർസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ യൂറോ USD, JPY USD, GBP USD, CAD USD എന്നൊക്കെ പറയുന്നത് മേജർ കറൻസീസ് ആണ്. അപ്പം ഇങ്ങനെ വരുന്ന കറൻസീസിലാണ് കൂടുതലും ട്രേഡ് ചെയ്യുന്നത്. പിന്നെ വേറെ കുറേ കറൻസീസ് ഉണ്ട്. നമ്മുടെ INR USD ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ INRനൊക്കെ അത്ര വാല്യൂ ഇല്ലാത്ത ഒരു ഇതുകൊണ്ട് നമ്മുടെ കറൻസീസിനെ നമ്മൾ മൈനർ കറൻസീസ് അല്ലെങ്കിൽ എക്സോട്ടിക്സ് എന്ന് പറയും. കാരണം അതിലൊക്കെ സ്പ്രെഡ് ഭയങ്കര കൂടുതലായിരിക്കും. സ്പ്രെഡ് മീൻസ് കമ്മീഷൻ റേറ്റ് ബ്രോക്കേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പം കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ ഫോറക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോറക്സ് എന്താണ് എന്ന് ഇപ്പം മനസ്സിലാക്കിയത് കുറച്ചും കൂടി ഇൻഡെപ്തിൽ വരാം. അപ്പം നമ്മൾ ഈ ഈ ഒരു സെഷൻ, ഇപ്പം ഈ ഒരു സ്ലൈഡിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ മാർക്കറ്റ് വേഴ്സസ് ഫോറക്സ് മാർക്കറ്റ്, ജസ്റ്റ് ഇത്രയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് മെയിൻലി അറിയാവുന്ന കുറച്ച് മാർക്കറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, അതേപോലെ ഫോറക്സിൻ്റെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ആണ് നമ്മളിപ്പം ഇവിടെ പഠിക്കുന്നത്. അങ്ങനെ ഫോറിൻ കറൻസീസ് അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ സ്റ്റോക്സ് ഡീൽ ചെയ്യുന്നത്, അതിനെ നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതേപോലെ പിന്നെ ഉള്ളത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ, അത് ക്രിപ്റ്റോ കറൻസീസിൻ്റെ ഒരു മാർക്കറ്റുണ്ട്. അതിനെ എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ വോളിയവും ലിക്വിഡിറ്റിയും ഉള്ളൊരു മാർക്കറ്റാണ് നമ്മുടെ ഫോറക്സ് മാർക്കറ്റ്. ഇന്ത്യൻ കറൻസി വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ USD യൂറോയാണ് ഭയങ്കര ഹൈ വാല്യൂവിൽ നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ വോളിയം കമ്പയർ ടു ഫോറക്സ് വളരെ കുറവാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന മൂവ്മെൻറ്റിൻ്റെ 10x 10 or 20x മൂവ്മെൻ്റാണ് ഇവിടെ ഫോറക്സ് നടക്കുന്നത്. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് ബെനിഫിറ്റ് നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതൊരു ഓൾഡ് പിക്ചറാണ്, ബട്ട് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് വെച്ചത്. അപ്പം 6 ട്രില്യൺ ആണ് ഫോറക്സിലെ 1 ഡേ ട്രാൻസാക്ഷൻ അഥവാ അന്നത്തെ വോളിയം നമുക്ക് ആ മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പം സ്ട്രാറ്റജീസ് ഇല്ലാതെ, ഇതിനെപ്പറ്റി ഒരു അവെയർനെസ് ഇല്ലാതെ ഈ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലോസ് അതേപോലെ ആയിരിക്കാം. അതേപോലെ നമ്മുടെ അക്കൗണ്ട് ബ്ലൂ ആവാൻ അത് മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അതേപോലെ ആയിരിക്കും. റിസ്ക് ഫാക്ടർ ഹൈ ആണ്, അതേപോലെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഈ ഒരു മാർക്കറ്റ് വളരെ നല്ലതാണ്. അപ്പം ഈ ഒരു ഇതുകൊണ്ട് ജസ്റ്റ് അവർ ഇതിൻ്റെ ഈ 6.6 ട്രില്യൺ ഇപ്പം മെയിൻലി ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വെച്ച് പറഞ്ഞത് 7.5 ട്രില്യൺ ആണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് വോളിയം എന്നാണ് നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടിയത്. സോ അപ്പം ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോറക്സ് മാർക്കറ്റ് 24/5 ഓപ്പൺ ആണ്. സാറ്റർഡേ സൺഡേസ് ലീവാണ്. അല്ലാതെ ഗ്ലോബൽ മാർക്കറ്റ്സിൽ എന്തൊക്കെ ലീവ്സ് വരുന്നു അപ്പോൾ അതനുസരിച്ച് ഓരോ കൺട്രീസിൻ്റെ ലീവ് കാണും. അപ്പോൾ ഓരോ സെഷൻസ് കാണത്തില്ലായിരിക്കും. അതാണ് ഇതിനകത്ത് മെയിൻലി വരുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട്. നമ്മൾ മെയിൻലി ഫോറക്സ് ട്രേഡേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് MT5, MT4, MT5. അപ്പം ഇത് MT5 ആണ് ഇപ്പോൾ എല്ലാവരും ലേറ്റസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം MT5ൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ആപ്സ് ഉണ്ട് ഫോറക്സിന്. XNS ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഫണ്ടിങ് പ്ലാറ്റ്ഫോംസായ ഫണ്ടിങ് വെബ്സ് ഉണ്ട്, അങ്ങനെ പലതരം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് MT5ലോട്ട് ലിങ്ക് ചെയ്യാം. അത് ആ ആപ്പ് വഴി നമുക്ക് ട്രേഡ്സ് പ്ലേസ് ചെയ്യാനും അത് സെല് ചെയ്യാനും ബൈ ചെയ്യാനും എല്ലാം പറ്റും. അപ്പം അങ്ങനെ വരുന്നൊരു ബ്രോക്കറുണ്ട്. പിന്നെ കറൻസി പെയർസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 24/5 ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇപ്പം ഒരാൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ 9:15 to 3:30 വരെ നമുക്ക് ട്രേഡ് ചെയ്യാനാണെങ്കിലും ബൈ ചെയ്യാൻ സെല് ചെയ്യാൻ എല്ലാം ടൈമുള്ളൂ. അതേസമയം ഇത് 24 hours ആണുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് വർക്ക് ടൈം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ടൈം കഴിഞ്ഞിട്ട് അയാൾക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്ത് ഒരു പൊസിഷൻ കിട്ടി, അതിൽ ട്രേഡ് ചെയ്യാം, ട്രേഡ് പ്ലേസ് ചെയ്യാം. അപ്പം വെനെവർ വി ആർ കംഫർട്ടബിൾ വി ക്യാൻ ട്രേഡ് ഇൻ ദിസ് മാർക്കറ്റ്. ഓക്കെ, ഇതൊരു ഓസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ബ്രോക്കേഴ്സ് ആൻഡ് ലിവറേജ്.
സോ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്സ്റ്റോക്സ്, സറോദ എന്ന പോലുള്ള ആപ്പുകളിൽ നമുക്ക് തരുന്ന ലിവറേജ് 1:10 10x തരുന്നുണ്ട്, അല്ലെങ്കിൽ 1:5x. നമുക്കിപ്പം 100 രൂപ ഉള്ളെങ്കിൽ 500 രൂപയ്ക്ക് നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനുള്ളൊരു ഓപ്ഷൻ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ഫോറക്സിലോട്ട് വരുമ്പം നമ്മുടെ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് 1:200, 1:2000 ആ റേഞ്ചിൽ നമുക്ക് ലിവറേജ് തരും. അപ്പം നമുക്ക് ഒരു 1:100 എന്ന് പറയുമ്പോൾ നമുക്ക് 1 രൂപയുള്ളെങ്കിൽ 100 രൂപയ്ക്ക് നമുക്ക് കറൻസീസ് വാങ്ങാം. ആ കൈൻഡ് ഓഫ് ലിവറേജ് നമുക്കിവിടെ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം XNS ഒക്കെ 2000 വരെ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ലിവറേജ് ചൂസ് ചെയ്യാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞുതരാം. അതേസമയം ഈ കറൻസി പേഴ്സ്, നമ്മളിവിടെ നമ്മുടെ കറൻസി പേഴ്സ് നമ്മൾ കണ്ടില്ലേ, യൂറോ USD, JPY USD. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നമ്മുടെ മിക്ക ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും പൊസിഷൻസ് എല്ലാം മാർക്ക് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പം ഇതിൽ യൂറോ USD ടൈപ്പ് ചെയ്യുമ്പോഴേ അതിൻ്റെ ചാർട്ട് കിട്ടത്തുള്ളൂ, JPY USD ടൈപ്പ് ചെയ്യുമ്പോഴേ അതിൻ്റെ ചാർട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ അപ്പം ഇത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണ്ടേ, അത് ഞാൻ ഇവിടെ ഈ ഒരു ഇതിൽ കാണിച്ചു തരാം. യൂറോ USD എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറോ വേഴ്സസ് USD എന്ന് നമുക്ക് പറയാം. യൂറോ വെച്ച് നമ്മൾ USD വാങ്ങുന്നു. അപ്പം ഒരു യൂറോ വെച്ച് നമ്മൾ വാങ്ങുന്നത് 1.3 USD ആണ്. $1.3 ആണ് നമ്മൾ യൂറോ വെച്ച് വാങ്ങിക്കുന്നത്. അതാണ്. അപ്പം ഇതിൽ വരുന്ന ഡിഫറൻസ്, ഈ യൂറോയിൽ USDയിൽ യൂറോ വെച്ച് USD വാങ്ങുമ്പോൾ വരുന്ന ഡിഫറൻസ് വെച്ചാണ് നമ്മൾ ബൈ ആണെങ്കിലും സെല് ചെയ്താണെങ്കിലും നമ്മൾ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. ഇത് യൂറോ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വരുന്ന കറൻസീനെ ബേസ് കറൻസി എന്നും ലാസ്റ്റ് വരുന്ന കറൻസീനെ കോഡ് കറൻസി എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ യൂറോ വെച്ച് നമ്മൾ USD വാങ്ങുമ്പം യൂറോ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പം, അല്ലെങ്കിൽ USD കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ. ഇതാണ് അടുത്ത നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പിപ്പ് ഓർ പിപ്പറ്റ്. പിപ്പറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പം ചെറിയ പൊസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പിപ്പറ്റ് എന്ന് പറയുന്നൊരു സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ജസ്റ്റ് ഞാൻ അത് പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ കറൻസിയിൽ രൂപ അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നത് പോലെയാണ് ഈ 1 പിപ്പ് എന്ന് പറയുന്നില്ലേ. പിപ്പ് എന്ന് പറയുന്നത് ഈ 7 എന്ന് പറയുന്ന പൊസിഷനെയാണ് ഒരു പിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിപ്പ് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഈ 1 9 കഴിഞ്ഞ് 10 ആകുമ്പോഴാണല്ലോ ഇവിടെ ഇത് 7 ഇനി 8 ആവാൻ പോകുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നതിനെയാണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. ഈ 1 പിപ്പറ്റ് എന്ന് പറയുന്ന സാധനം 2 ആകുമ്പോൾ നമ്മൾ 2 പിപ്പറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു പിപ്പറ്റ് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഇത് 3 ആകുമ്പോൾ ഒരു 2 പിപ്പറ്റ് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഇത് 4 ആകുമ്പോൾ ഇപ്പം 3-4 പിപ്പറ്റ് മൂവ് ചെയ്തു എന്ന് നമ്മൾ പറയും. ബട്ട് ഇത് ആരും അധികം ഫോക്കസ് ചെയ്യാറില്ല. നമ്മൾ പിപ്പ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പിപ്പറ്റ് നമ്മൾ അധികം ഫോക്കസ് ചെയ്യേണ്ട. അപ്പം നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്തു, യൂറോ USD ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഈ 7-8 ആകുമ്പോൾ നമ്മൾ പറയും ഓക്കെ, ഒരു പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടി. അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത പൊസിഷനിലോട്ട് വരുമ്പം 2 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടി എന്ന് വെച്ചാണ് നമുക്ക് നമ്മുടെ റിസ്ക് റിവാർഡ്, അല്ലെങ്കിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, ഇതൊക്കെ ഈ പിപ്പ് ഇപ്പം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് തോന്നുന്നെങ്കിൽ പേടിക്കേണ്ട. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ പിപ്പ് മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു ടൂളുണ്ട്. അത് വെച്ച് നമുക്ക് നമ്മുടെ ഈ പിപ്സ് എത്ര പിപ്പ് കിട്ടും, ഒരു പൊസിഷൻ കിട്ടുമ്പോൾ നമുക്ക് എത്ര പിപ്പ് മൂവ്മെൻറ്റ് കിട്ടും എന്നൊക്കെ നമുക്ക് ഇത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷനിൽ ഇപ്പം നമ്മൾ മെയിൻലി കുറച്ച് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തു. നമ്മുടെ കറൻസി പേഴ്സ് ഡിസ്കസ് ചെയ്തു, ആരൊക്കെയാണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഡിസ്കസ് ചെയ്തു, നമ്മൾ കറൻസി പെയർ എങ്ങനെ നമുക്ക് മനസ്സിലാവണം, ബേസ് കറൻസി ഏതാണ്, കോഡ് കറൻസി ഏതാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത് എല്ലാം നമ്മളിപ്പോൾ ഇതിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് ഇതൊക്കെയാണ് ഫോറക്സിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ച് നമുക്ക് പല പല സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇതിൽ ഇൻഡെപ്തായിട്ട് കുറേ ഉണ്ട്. ഇപ്പം ഈ ഒരു കോൺസെപ്റ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് പോലെ
കുറച്ച് വീഡിയോസ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ പറ്റിയും നമ്മുടെ കറൻസി പെയർസിൽ ഏതൊക്കെ കറൻസി പെയർസ് ഏതൊക്കെ സെഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും എന്നുള്ള കുറച്ചധികം വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിനി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് പലതരം ബ്രോക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ട്രേഡിംഗ് വ്യൂ ഉണ്ട്, മെറ്റർ 5 ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ബേസ് ചെയ്ത് ട്യൂട്ടോറിയൽസും ഏത് സെഷൻസിലാണ് ഏതൊക്കെ കറൻസി പെയർസാണ് ഏതൊക്കെ സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ്, അങ്ങനെ കുറേ ഉണ്ട്. കുറച്ചധികം കോൺസെപ്റ്റ്സും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ഓരോരോ വീഡിയോസിൽ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ.